വയനാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ 20ാം ദിവസത്തിലേക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ മൃതദേഹങ്ങൾ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലും പ്രതീക്ഷയോടെയുള്ള തിരച്ചിൽ തുടരുകയാണ്. 128 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ട വാഹനങ്ങളുടെ വിവരം മോട്ടോർ വാഹന വകുപ്പ് ശേഖരിച്ചു തുടങ്ങി. ചൂരൽമലയിൽ നിന്ന് സിനോജ് തോമസ് ആണ് തത്സമയം വിവരങ്ങളുമായി ചേരുന്നത്. സിനോജ്, ദുരന്ത ഭൂമിയിലെ തിരച്ചിൽ 20ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. വലിയ ദുരന്തത്തിൽ 128 പേരുടെ വിവരങ്ങളാണ് ഇനിയും പുറത്തു വരാനുള്ളത്. ഏതെല്ലാം മേഖലകൾ കേന്ദ്രീകരിച്ചാണ് സിനോജ് ഇന്നത്തെ തിരച്ചിൽ നടക്കുക? മാത്രമല്ല, ചാലിയാറിൽ ഇന്ന് തിരച്ചിലുണ്ടോ സിനോജെ? ബിനിൽ, തിരച്ചിൽ ഔദ്യോഗികമായി സംസ്ഥാന സർക്കാർ അവസാനിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ചാലിയാറിലും ഞാൻ നിൽക്കുന്ന ഈ ദുരന്ത ഭൂമിയിലും തിരച്ചിൽ പതിപോലെ തന്നെ 20ാം ദിവസം തുടരും. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ ഒന്നും തന്നെ ചാലിയാറിൽ നിന്നോ ഈ ദുരന്ത ഭൂമിയിൽ നിന്നോ ലഭിക്കുന്നില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. 128 പേർ ഈ മണ്ണിനടിയിൽ എവിടെയോ മറഞ്ഞിരിക്കുകയാണ്. അവരെ തേടിയാണ് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മുൻ ദിവസങ്ങളിൽ കണ്ടതുപോലുള്ള വലിയ സംഘങ്ങളില്ല. എല്ലാ സേനാ വിഭാഗങ്ങളും ആൾബലം കുറച്ചിട്ടുണ്ട്. സന്നദ്ധ പ്രവർത്തകരുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതികൂല കാലാവസ്ഥ. ഇന്ന് ഇപ്പോൾ ഒരു തെളിഞ്ഞ അന്തരീക്ഷമാണ്. ചെറിയ മഴയൊക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും ഇന്നലെ ഈ സമയത്ത് വലിയ രീതിയിൽ കോടമഞ്ഞുണ്ടായിരുന്നു. രാവിലെ മുതൽ തന്നെ കോടമഞ്ഞുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം വലിയ കോടമഞ്ഞും മഴയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിരച്ചിൽ പോയ സംഘങ്ങളൊക്കെ തന്നെ നേരത്തെ ഇന്നലെ മടങ്ങിയിരുന്നു. ഒപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ കാണുന്ന വെള്ളാറമല സ്കൂൾ കെട്ടിടമാണ്. ഈ സ്കൂൾ കെട്ടിടത്തിൻ്റെ അകത്തൊക്കെ തന്നെ കയറി ഇന്നലെ ഫയർഫോഴ്സിൻ്റെ അംഗങ്ങൾ ചെറിയ തൂമ്പയൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് പതുക്കെയാണ് മണ്ണ് മാറ്റി പരിശോധിച്ചത്. അതിന് കാരണമെന്ന് പറയുന്നത് വിലപിടിപ്പുള്ള രേഖകൾ അല്ലെങ്കിൽ പണം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ മുണ്ടക്കൈ പള്ളിക്ക് സമീപത്ത് വെച്ച് സന്നദ്ധ പ്രവർത്തകർക്ക് സ്വർണ്ണാഭരണങ്ങൾ ലഭിച്ചിരുന്നു. അത് ഈ രീതിയിൽ പരിശോധന നടത്തിയ സമയത്താണ് സ്വർണ്ണാഭരണങ്ങൾ ലഭിച്ചത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം 4 ലക്ഷം രൂപ ഇതേ സ്കൂൾ റോഡിൽ നിന്ന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വിലപിടിപ്പുള്ള രേഖകളോ പണമോ ആഭരണങ്ങളോ ഉണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാനുള്ള ശ്രമം കൂടിയാണ് നടത്തി വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നില്ല. കാരണം പരമാവധി കഴിഞ്ഞ 10-18 ദിവസമായി പരമാവധി സ്ഥലങ്ങളിൽ ഇളക്കി മറച്ചുള്ള പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്ന ദൃശ്യം കാണുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഇളക്കി മറച്ച് പരിശോധന പൂർത്തിയാക്കിയ സ്ഥലങ്ങളാണ്. എങ്കിൽ കൂടി നാട്ടുകാരോ അല്ലെങ്കിൽ ദുരന്ത ബാധിതരോ കുടുംബാംഗങ്ങളോ പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണുമാന്തി യന്ത്രം എത്തിച്ചുകൊണ്ട് തിരച്ചിൽ നടത്താൻ വേണ്ടി റവന്യൂ വകുപ്പ് ഇവിടെ 5 മണ്ണുമാന്തി യന്ത്രം സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള തിരച്ചിൽ തുടരുകയും ചെയ്യും. 128 പേരെ ഇതിനെ കണ്ടെത്താനുണ്ട് എന്നൊരു യാഥാർത്ഥ്യം കൂടെ അവിടെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഉരുൾപൊട്ടലിൽ നിരവധി വാഹനങ്ങൾ കാണാതാവുകയും നിരവധി വാഹനങ്ങൾ ഉപയോഗശൂന്യമാവുകയും ചെയ്തിരുന്നു. ആ മരത്തിൻ്റെ ചുവട്ടിലേക്ക് ക്യാമറ തിരിച്ചാൽ കാണാം അവിടെ ഒരു ബൈക്ക് കിടപ്പുണ്ട്. ഏത് കമ്പനിയുടെ ബൈക്കാണെന്ന് പോലും തിരിയാതെ രീതിയിൽ നിരവധി വാഹനങ്ങളാണ് ഇവിടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം വാഹന ഉടമകളെ കണ്ടെത്തി അവർക്ക് സഹായം ചെയ്യാൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ഇന്നലെ മുതൽ നടപടി ആരംഭിച്ചിട്ടുണ്ട്. അത്തരം വാഹനങ്ങൾ കാണാതായതോ അല്ലെങ്കിൽ ഉപയോഗയോഗ്യമല്ലാതെ പോയ വാഹനങ്ങളുടെ വിവരങ്ങൾ കൽപ്പറ്റ RT ഓഫീസിൽ കൈമാറണം. നേരിട്ട് കൈമാറാൻ പറ്റിയില്ലെങ്കിൽ ഇമെയിൽ മുഖാന്തരം കൈമാറാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആ രീതിയിൽ മോട്ടോർ വാഹന വകുപ്പ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, സംസ്ഥാന സർക്കാർ ധനസഹായം, അടിയന്തര ധനസഹായം 10,000 രൂപ പ്രഖ്യാപിച്ചിരുന്നു ഈ ദുരന്ത മേഖലയിലുള്ളവർക്ക്. അത് കഴിഞ്ഞ ദിവസം മുതൽ നൽകി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം വരെ 617 പേർക്ക് ഈ ധനസഹായം സർക്കാരിന് എത്തിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. ഒപ്പം നിരവധി ആളുകൾക്ക് ഈ രേഖകൾ നഷ്ടമായതുകൊണ്ട് ബാങ്കിൻ്റെ പാസ്ബുക്കൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം അദാലത്ത് നടത്തുകയും 60-ലധികം ആളുകൾക്ക് പുതിയ ബാങ്ക് അക്കൗണ്ട് നൽകാനും പാസ്ബുക്ക് നൽകാനൊക്കെ തന്നെ സാധിച്ചിരുന്നു. അതോടൊപ്പം ഈ വെള്ളാറമല സ്കൂളിലും മുണ്ടക്കൈ സ്കൂളിലും പഠിക്കുന്ന കുട്ടികൾ 614 കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് ഒരു മാസത്തിനധികം പഠിക്കാനുള്ള സൗകര്യം ഒരുക്കുമെന്ന് ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു. അതിന് മേപ്പാടി സ്കൂളിലുള്ള സജ്ജീകരണങ്ങൾ ഒരു മാസത്തിനകം ഒരുക്കുകയും ചെയ്യും. 12 ക്ലാസ് മുറികളും 2 ലാബ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളാണ് അവിടെ ഒരുക്കാൻ വേണ്ടി പോകുന്നത്. കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ക്യാമ്പുകളിൽ കഴിയുന്നവരെ പുനരധിവസിപ്പിക്കുക, അവരെ വാടക വീടുകൾക്ക് മാറ്റുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്ന വീടുകൾ ഭാഗികമായി തകർന്ന വീടുകളാണ്. അതൊക്കെ തന്നെ വാസയോഗ്യമല്ല. അതുകൊണ്ട് ആ വീടുകളിൽ താമസിക്കുന്നവർ പോലും വാടക വീടുകളിലേക്ക് മാറേണ്ട സാഹചര്യമാണ്. 3 തരത്തിലുള്ള ആളുകളാണ് വാടക വീടുകളിലേക്ക് മാറുന്നത്. 1, വീട് പൂർണ്ണമായും ഒരു തറയുടെ കല്ല് പോലും ഇല്ലാതെ വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവർ. 2, ഇതേപോലെ വീട് ഭാഗികമായി നഷ്ടപ്പെട്ട് തകർന്നു പോയവർ, വാസയോഗ്യമല്ലാതായി പോയവർ. 3, ഈ ദുരന്ത ഭൂമിയുടെ ഇരു കരകളിലും താമസിക്കുന്ന സുരക്ഷിതമാണോ എന്നറിയാത്ത വീടുകളിലുള്ളവർ. ഈ 3 തരത്തിലുള്ള ആളുകളാണ് വാടക വീടുകളിലേക്ക് മാറേണ്ടത്, അല്ലെങ്കിൽ ബന്ധു വീടുകളിലേക്ക് മാറേണ്ടത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വാടക വീടുകളിലേക്ക് ആളുകളെ മാറ്റുന്നുണ്ട്. ഒപ്പം സ്വന്തം ഇഷ്ടപ്രകാരം വാടക വീട് കണ്ടെത്തി പോകുന്നവരുണ്ട്. അതല്ലാതെ അവരുടെ ബന്ധു വീടുകളിലേക്ക് പോകുന്നവരുണ്ട്. അതിൻ്റെ ഒരു യഥാർത്ഥ കണക്ക് സർക്കാർ ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല. നമ്മൾ പലതവണ ചോദിച്ചതാണ്. ആ ചോദിക്കുന്ന സമയത്ത് ക്യാമ്പിലുള്ളവർ എല്ലാവരും തന്നെ തൃപ്തിയിലാണ്, നടപടി നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് സർക്കാർ പറയുന്നത്. ഏതായാലും ഈ മാസം കൊണ്ട് ക്യാമ്പുകൾ പൂർത്തിയാക്കും. 10 ക്യാമ്പുകളാണ് ഈ ദുരന്തഭൂമിയുമായി ബന്ധപ്പെട്ട് ഈ മേപ്പാടി
മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ആ 10 ക്യാമ്പുകളിൽ കഴിയുന്നവരെ ഈ മാസം തന്നെ വിവിധ വാടക വീടുകളിലേക്ക് മാറ്റുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. 6000 രൂപ വാടകയും സർക്കാർ നൽകും. ഇനിയും വീടുകൾ കണ്ടെത്താൻ ഉണ്ടെന്നാണ് സർക്കാർ പറയുന്നത്. ആളുകൾ ഉണ്ടെങ്കിൽ ഈ 6000 രൂപയ്ക്ക് വീട് വാടകയ്ക്ക് നൽകാൻ കഴിയുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൗജന്യമായി നൽകാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഇനിയും മുന്നോട്ട് വരണമെന്ന് സർക്കാർ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. നമ്മൾ ഇപ്പോൾ ഈ നടന്നു നീങ്ങുന്ന ബെയിലി പാലത്തിൻ്റെ തൂണുകൾ ഉറപ്പിക്കുന്ന ജോലികളും നടന്നു വരികയാണ്. സൈനികരൊക്കെ തന്നെ ഇവിടെയുണ്ട്. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ആ ജോലികൾ ചെയ്തു വരുന്നത്. എല്ലാ ദിവസവും അവർ ഈ ജോലി ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്. അതായത് കരിങ്കൽ പയക്ക് ചെയ്ത് ഈ പാലം ഇനി കുറേ നാളുകൾ ഉപയോഗിക്കേണ്ടതാണ്. ആളുകൾക്ക് മുണ്ടക്കൈ പുഞ്ചിരിമട്ടം മേഖലയിലേക്ക് പോകാനുള്ള ഏക ആശ്രയമാണ് ഈ പാലം. ഈ പാലം വഴിയാണ് ആളുകൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ പാലത്തിൻ്റെ തൂണിന് സുരക്ഷ ഒരുക്കുന്ന ജോലികളും നടന്നു വരികയാണ്. ഇന്നലെയൊക്കെ തന്നെ ഈ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ മേഖലയിലുള്ള ആളുകൾ അവരുടെ വീടുകൾ ആദ്യമായി പോയി കാണുന്ന ഒരു രംഗം കൂടി ഉണ്ടായിരുന്നു. ക്യാമ്പുകളിൽ കഴിയുന്നവരും വാടക വീട്ടിലേക്ക് മാറിയവരൊക്കെ തന്നെ അവർ വീടുകൾ അവിടെ ഉണ്ടോ, എന്താ അവസ്ഥ എന്നറിയാനൊക്കെ തന്നെ നിരവധി ആളുകൾ വന്നു പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ വീടുകളിൽ നിന്ന് ഏതെങ്കിലും സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാനുണ്ടെങ്കിൽ അത് വാഹനം വിളിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചകളും ഈ ദുരന്തഭൂമിയിൽ കാണാൻ സാധിച്ചു. ഏതായാലും തെരച്ചിൽ 20ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ബിനിൽ. ഓക്കെ, സിനോജ് തോമസ് ആണ് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്നാണ് ഇന്ന് രാവിലെ മുതൽ റിപ്പോർട്ടറിൻ്റെ വാർത്താ പ്രഭാത യാത്ര ആരംഭിക്കുന്നത്. പാഠം 1 അതിജീവനം. ഡോക്ടർ അരുൺകുമാർ തത്സമയം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പ്രേക്ഷകർക്കൊപ്പം ചേരും. വയനാട്ടിൽ നിന്ന് റിപ്പോർട്ടറിൻ്റെ പ്രത്യേക ലൈവത്തോൺ ഇന്ന് രാവിലെ 7 മണി മുതൽ 11 മണി വരെ വയനാട്ടിൽ നിന്ന് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്.